കറന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിഴിഞ്ഞം തുറമുഖം ആരാണ് കമ്മീഷൻ ചെയ്തതെന്ന് നോക്കാം. നമുക്കറിയാം നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി സമർപ്പിച്ചത് എന്നാണ് അത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ എന്നാണ് കമ്മീഷൻ ചെയ്തതെന്ന് നമുക്കറിയാം. 2025 മെയ് 2-നാണ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി സമർപ്പിച്ചത്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 മെയ് 2-നാണ് സമർപ്പിച്ചത്. എന്നാൽ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയനാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ച വർഷം ഓർത്തുവെക്കാം. 1991-ലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഗണ്യമായ ചുവടുവെപ്പ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി നടത്തി. അപ്പോൾ ചർച്ചകൾ ആരംഭിച്ചത് 1991-ലാണ്. അത് കഴിഞ്ഞിട്ട് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ചുവടുവെപ്പുകൾ നടന്ന് അത് കഴിഞ്ഞിട്ട് 2014-ലാണ് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ലഭിക്കുന്നത്. അപ്പോൾ 2011 ഇതിനെന്താണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഗണ്യമായ ചുവടുവെപ്പ് നടത്തി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ടെൻഡറുകൾ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ടെൻഡറുകൾ ആദ്യത്തെ ടെൻഡർ ക്ഷണിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടെൻഡർ ക്ഷണിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു വന്നതിന് ശേഷം 2014-ലാണ് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നത്. ആദ്യ ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ ഫേസിന് വേണ്ടിയിട്ടുള്ള പാരിസ്ഥിതിക അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതെന്നാണ് 2014-ലാണ്. അത് കഴിഞ്ഞ് 2015-ലാണ് PPP മാതൃക കരാറിൽ ഒപ്പിട്ടത്. പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് കരാറിൽ, ആ ഒരു മാതൃക കരാറിൽ ഒപ്പിട്ടത്. എങ്ങനെയാണ്? പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മാതൃക കരാറിലാണ് ഒപ്പിട്ടത്. അപ്പോൾ 2015 ഈ ഒരു കരാറിൽ ഒപ്പിട്ടതിനു ശേഷം 2015 ഓഗസ്റ്റിലാണ് ഈ ഒരു കരാറിൽ ഒപ്പിടുന്നത്. അതിനുശേഷം 2015 ഡിസംബറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2023 അപ്പോൾ 2015 നമ്മൾ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഓൾമോസ്റ്റ് പണികളും തീർന്നത് 2024 കൂടിയാണ്. അപ്പോൾ 2023 ആദ്യ കപ്പൽ എവിടെ വരികയുണ്ടായി? വിഴിഞ്ഞം തുറമുഖത്ത് വന്നു. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്ന ആദ്യ കപ്പലിന്റെ പേര് നമുക്ക് ഓർത്തു വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷെൻഹുവ 15 എന്നുള്ള കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഒരു ക്രെയിനുമായി എത്തിയ ഷെൻഹുവ 15 എന്നുള്ള കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് എത്തിയ കപ്പൽ. അപ്പോൾ എന്നാണെന്ന് ഓർത്തു വെക്കുക, 2023-ലാണ്. അതിനുശേഷം 2024 ആദ്യ ചരക്ക് കപ്പൽ എത്തുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ എപ്പോഴാണ് വന്നത്? 2024-ലാണ്. അപ്പോൾ ഈ ഒരു ചരക്ക് കപ്പലിന്റെ പേരും ഓർത്തു വെക്കുക, സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പലാണ് വന്നത്. എന്താണ് പ്രത്യേകത? വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ്. 2024-ലാണ് എത്തിയത്. അതിനുശേഷം 2025 നമ്മൾ പറഞ്ഞു, നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 2025-ലാണ് MSC തുർക്കിയെ എന്നുള്ള കപ്പൽ എത്തുന്നത്. അപ്പോൾ ഒരു കൂറ്റൻ കപ്പലാണ്. MSC തുർക്കിയെ എന്നുള്ളത് ഒരു കൂറ്റൻ കപ്പലാണ്. എന്നാണ് എത്തിയത്? 2025-ലാണ് എത്തിയത്. അപ്പോൾ ഓർത്തു വെക്കുക, അതിനുശേഷം 2025 തന്നെ മെയ് 2-നാണ് പ്രധാനമന്ത്രി രാജ്യത്തിനായിട്ട് വിഴിഞ്ഞം പോർട്ട് സമർപ്പിക്കുന്നത്. ഓർത്തു വെക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 2025 മെയ് 2-നാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടിയിട്ട് വിഴിഞ്ഞം പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഓർത്തു വെക്കുക, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, ഇനി വിഴിഞ്ഞം തുറമുഖം വന്നതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്, ഇനി ഉണ്ടാവുന്ന മേന്മകളും ഇതുവരെ ഉണ്ടായിട്ടുള്ള മേന്മകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു പദ്ധതിക്ക് കൂടുതൽ കരുത്ത് പകരും. മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി, ആ ഒരു പദ്ധതിക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് തന്നെ ഇത്രയും വലിയ സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള
ഒരു പോർട്ട് ലഭിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു പദ്ധതിക്ക് കൂടുതൽ കരുത്ത് പകരും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. എന്താണ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കും. ഇങ്ങനെ ഒരു പോർട്ട് വരുമ്പോൾ അവിടെ എന്താണ്, നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, ഇതിലൂടെ നിരവധി പേർക്കാണ് തൊഴിലവസരങ്ങൾ എന്താണ് സാധ്യമാവുന്നത്. അതുപോലെ തന്നെ സമുദ്ര വ്യാപാരം ശക്തിപ്പെടും. സമുദ്ര വ്യാപാരം എന്താണ്, കൂടുതൽ എളുപ്പമാകും, അത് കൂടുതൽ ശക്തി ആർജിക്കും. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഇത്രയും വലിയൊരു പോർട്ട് ലഭിക്കുമ്പോൾ എന്താണ്, ഒബ്വിയസ്ലി അവിടെ കൂടി എന്താണ് ഇഷ്ടംപോലെ കച്ചവടങ്ങളും വ്യാപാര ബന്ധങ്ങളും ഉയർന്നു വരുന്നതായിരിക്കും. അടുത്ത പോയിന്റ് ഇതാണ്, ട്രാൻസ്ഷിപ്മെന്റിനുള്ള വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. എന്താണ്, ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടിയിട്ട് ഇനി എന്താണ്, വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇന്ത്യ ഇതുപോലെ എന്താണ് കൂടുതൽ ട്രാൻസ്ഷിപ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് വിദേശ തുറമുഖങ്ങളെയാണ് ഇതുവരെ ആശ്രയിച്ചിരുന്നത്. ഇനി എന്താണ് അത് ഒഴിവാക്കാൻ സാധിക്കും. എന്താണ്, അത്രയും സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു പോർട്ട് ഇന്ത്യക്ക് സ്വന്തമായി ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു തുറമുഖങ്ങളിലെ തിരക്ക് എന്താണ് കുറയുന്നതും കാരണമാകും. എന്താണ്, ഇനി മുതൽ ഇന്ത്യക്ക് എന്താണ് കേരളത്തിലും ഇതേപോലെ ഒരു വിഴിഞ്ഞം പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, മറ്റു തുറമുഖങ്ങളിൽ ഉണ്ടായിരുന്ന തിരക്കുകളും അവിടെ കുറയാനായിട്ട് സാധിക്കും. കൂടുതൽ വ്യാപാരങ്ങളും എങ്ങോട്ടാകാനായിട്ട് സാധ്യതയുണ്ട്, വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാനും സാധ്യതയുണ്ട്. ചരക്ക് നീക്ക ചെലവ് വൻതോതിൽ കുറയുവാനായിട്ട് സാധിക്കും. ചരക്ക് നീക്ക ചെലവ് വൻതോതിൽ കുറയുവാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഇന്ത്യയിൽ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് എന്താണ്, വിഴിഞ്ഞം തുറമുഖം. അതുവഴി എന്താണ് നിരവധി ചരക്ക് നീക്ക ചെലവുകൾ വൻതോതിലിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് എന്താണ് വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട മേന്മകൾ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മേന്മകൾ എന്നുള്ളത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് ഔദ്യോഗിക നാമമാണ്. വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും എന്താണ് ഔദ്യോഗിക നാമം എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നാണ്. എന്താണ്, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള നാമം. അതേപോലെ തന്നെ ഓർക്കേണ്ടതാണ്, ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം എന്നുള്ള ഈ ഒരു പോർട്ട്, വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്, തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണനാമം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒരു PQ ആയിരുന്നു. PSC ചോദിക്കുകയുണ്ടായി, ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഉത്തരം എന്താണ്, നെയ്യാറ്റിൻകരയാണ്. ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് വിഴിഞ്ഞം പോർട്ടിന്റെ ലൊക്കേഷൻ കോഡ് എന്താണെന്ന്. അപ്പോൾ ഓർത്തു വെക്കുക, ലൊക്കേഷൻ കോഡ് എന്താണെന്ന്. INTRV 01 എന്നുള്ളതാണ് എന്താണ് വിഴിഞ്ഞം പോർട്ടിന്റെ ലൊക്കേഷൻ കോഡ്. എന്താണ്, INTRV 01 എന്നുള്ളതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ലൊക്കേഷൻ കോഡ്. ഇതിൽ IN എന്നുള്ളത് ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത്. IN എന്നുള്ളത് ഇന്ത്യയാണ്. TRV എന്നുള്ളത് എന്താണ്, തിരുവനന്തപുരമാണ്. TRV എന്നുള്ളത്. 01 എന്നുള്ളത് തുറമുഖത്തെ സൂചിപ്പിക്കുന്നു. 01 എന്നുള്ളത് എന്താണ്, തുറമുഖത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 01 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇത്രയും സൗകര്യങ്ങളോട് കൂടി വന്നിട്ടുള്ള ഒരു തുറമുഖമാണ്, ഒരു പോർട്ടാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന എന്താണ്, 01 എന്നുള്ളതുമുണ്ട്. അപ്പോൾ IN എന്താണ്, ഇന്ത്യയാണ്. TRV എന്നുള്ളത് തിരുവനന്തപുരമാണ്. 01 എന്നത് എന്താണ്, ആ തുറമുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ കോഡിന് മുമ്പ് ആദ്യം നൽകിയിരുന്ന ലൊക്കേഷൻ കോഡ് എന്തായിരുന്നു എന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ആദ്യം നൽകിയ ലൊക്കേഷൻ കോഡ് ഇതാണ്. NYY1 എന്നുള്ളതാണ്. NYY1 എന്നുള്ളതാണ് എന്താണ്, NYY1 എന്നുള്ളതായിരുന്നു ആദ്യം നൽകിയിരുന്ന ലൊക്കേഷൻ കോഡ്. നമ്മൾ പറഞ്ഞു എന്താണ്, നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ആദ്യം നൽകിയിരുന്ന ലൊക്കേഷൻ കോഡ് ആയിരുന്നു ഇത്. എന്നാൽ പുതിയ ലൊക്കേഷൻ കോഡ്, നിലവിലുള്ള ലൊക്കേഷൻ കോഡ് ഏതാണെന്ന് ഓർത്ത് വെക്കുക, INTRV 01 എന്നുള്ളതാണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് ഓർത്ത് വെക്കാം. എന്താണ്, ദിവ്യ എസ് അയ്യർ ആണ്. ആരാണ്, ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണെന്ന് ഓർത്ത് വെക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണെന്ന് ഓർത്ത് വെക്കുക, ശ്രീകുമാർ. ആരാണെന്ന് ഓർത്ത് വെക്കാം, എന്താണ്, ശ്രീകുമാർ K നായരാണ്. എന്താണ്, ശ്രീകുമാർ K നായരാണ് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO. അപ്പോൾ ഓർത്ത് വെക്കുക, വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്, ദിവ്യ എസ് അയ്യർ
നായർ ആണ്. എന്നാൽ CEO ആരാണ്? ശ്രീകുമാർ കെ നായർ ആണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ഏതാണെന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം അദാനി ഗ്രൂപ്പ് ആണ്. അദാനി ഗ്രൂപ്പ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി. ആ ഒരു കരാർ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന കമ്പനി ഏതാണ്? പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പ് ആണ്. അപ്പോൾ 60 വർഷത്തേക്കാണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? 60 വർഷമാണ് ഈ ഒരു കരാർ ഉള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പ് ആണ്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ്. അപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് എന്താണ്? വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എന്താണ്? പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള ആദ്യ തുറമുഖ പദ്ധതിയാണ്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അതിനുശേഷം നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള തുറമുഖം. നമ്മൾ പറഞ്ഞു എന്താണ്? ഇന്ത്യയിലെ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും അടുത്തുള്ള തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് കപ്പലുകളുടെ പേരാണ്. എന്താണ്? വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കപ്പലുകളുടെ പേരാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പൽ ഏതെന്ന്. എന്താണ്? ഷെൻഹുവ 15 ആണ്. ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പൽ. അതേപോലെ രണ്ടാമത്തെ കപ്പൽ ഏതാന്ന് ഓർത്ത് വെക്കാം. അതെന്താണ്? ഷെൻഹുവ 29 ആണ്. എന്താണ്? ഷെൻഹുവ 29 ആണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ രണ്ടാമത്തെ കപ്പൽ. ഇനി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഏതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? സാൻ ഫെർണാഡോ. എന്താണ്? സാൻ ഫെർണാഡോയാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കണ്ടെയ്നർ കപ്പൽ, ആദ്യ കണ്ടെയ്നർ കപ്പൽ. അടുത്തത് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബെർത്തിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? വിഴിഞ്ഞം തുറമുഖത്ത് തന്നെ ആദ്യമായിട്ട് 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബെർത്തിൽ അടുപ്പിച്ചു. ആ 3 കപ്പലുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ 3 കപ്പലുകളാണ്, ഫീഡർ കപ്പലുകളാണ്. ഏതൊക്കെയാണ്? ടൈഗർ, സുജിൻ, അതേപോലെ സോമിൻ എന്നുള്ള 3 ഫീഡർ കപ്പലുകളാണ് 2025 ജനുവരിയിൽ എത്തിയത്. ഓർത്തു വെക്കുക എന്താണ്? വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബെർത്തിൽ അടുപ്പിച്ചു. അത് ഏതൊക്കെയാണ്? MSC, ടൈഗർ, അതേപോലെ സുജിൻ, സോമിൻ തുടങ്ങിയിട്ടുള്ള ഫീഡർ കപ്പലുകളാണ്. 2025 ജനുവരിയിലാണ് ഇവ ഡോക്ക് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ചരക്ക് കപ്പലാണ്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ചരക്ക് കപ്പൽ ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം എന്താണ്? MSC ക്ലോഡ് ഗിരാർഡറ്റ് ആണ്. എന്താണ്? MSC ക്ലോഡ് ഗിരാർഡറ്റ് ആണ്. എന്താണ്? 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ചരക്ക് കപ്പൽ. അതേപോലെ കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതാണെന്ന് നോക്കാം. എന്താണ്? MSC വിവിയാന. ഏതാണ്? MSC വിവിയാന ാണ് കേരള പിറവി ദിനത്തിൽ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. അതുപോലെ തന്നെ 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം. INS ഏതാണ്? INS സത്ലജ് ആണ്. INS സത്ലജ് J-17 ആണ്. എന്താണ്? INS സത്ലജ് J-17 എന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പലും വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു. 2024 ജൂണിലാണ് എത്തിയതെന്ന് ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു പോയിന്റ് തന്നെയാണ്. 2025 ഏപ്രിലാണ് വിഴിഞ്ഞം തുറമുഖത്ത് MSC തുർക്കി MSC തുർക്കി അല്ലെങ്കിൽ തുർക്കിയെ എങ്ങനെ വേണേലും പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ 2025 ഏപ്രിലാണ് ഈ ഒരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. എന്നാണെന്ന് ഓർത്ത് വെക്കുക. 2025 ഏപ്രിലാണ് MSC തുർക്കിയെ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തുന്ന ഈ ഒരു കപ്പലിന് 24,346 സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മാത്രമല്ല ലോകത്തുള്ളതിൽ ഏറ്റവും വലുതും അതേപോലെ ഇന്ധനക്ഷമതയുള്ളതുമായ കപ്പലുകളിൽ ഒന്നാണ് MSC തുർക്കിയെ. അപ്പോൾ എന്നാണ് എത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2025 ഏപ്രിലാണ് ഈ ഒരു കപ്പൽ എത്തിയത്. അപ്പോൾ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.